കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി അല്ലേ. ഇപ്പം 80 കാലഘട്ടങ്ങളിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ ഒക്കെ സമയത്ത് അവരുടെ വിവാഹം ചടങ്ങുകളൊക്കെ സത്യത്തിൽ ആ ഒരു വിവാഹം എന്ന് പറയുന്ന ചടങ്ങുകൾ മാത്രമായിരുന്നു. അവരുടെ വീട്ടിലുള്ള ഒരു ബെഡിന്റെ മണ്ടയിൽ നിന്നിട്ടൊക്കെയാണ് ആ ചടങ്ങുകൾ നടന്നത്. സാരിയൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു വേദിയായിരുന്നത്. ഇപ്പോൾ എൻ്റെ കല്യാണം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ മാറി പിന്നെ ഈ ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ബജറ്റിലും എന്ത് ഡിസൈനും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് വരെത്തി. നിങ്ങൾക്കറിയാം ഒരു കാര്യം, എങ്ങനെയാണ് ഈ ഡെക്കർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്, എങ്ങനെയാണ് ഈ രീതിയിൽ ഈ കാണുന്ന രീതിയിലേക്കുള്ള കൺസെപ്റ്റ് വന്നതെന്നറിയോ? അതിന് ഏറ്റവും കാരണക്കാരായവർ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ടീമാണ്. സത്യത്തിൽ അവരാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഇത് കൊണ്ടുവരാൻ കാരണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അവരെടുക്കുന്ന ആ ക്യാമറയിൽ കിട്ടുന്ന വിഷ്വൽസ് വളരെ മനോഹരമാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഡെക്കറുകളൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സത്യമല്ലേ? അല്ലെങ്കിൽ വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാറി മാറി വന്ന് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് സത്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നത് ഒരു സ്റ്റേജിന്റെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിം എന്ന് പറയുന്ന സത്യത്തിൽ അതൊരു സ്റ്റോറിയാണ്. അതുണ്ടെങ്കിലേ അതിനൊരു ബ്യൂട്ടി കിട്ടത്തുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് തന്നെ എത്തി. അത് എല്ലാവരുടെയും ഒരു സ്റ്റോറിയാണ്. അത് നമ്മളെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് സ്റ്റേജിന്റെ ഡെക്കർ എന്ന് പറയുന്നത്. സ്റ്റേജിന്റെ ഫ്രെയിം മാറിയാലും അല്ലെങ്കിൽ ഡിസൈൻ മാറിയാലും ഒരിക്കലും ആ ഫീല് മാറാൻ പാടില്ല. അതാണ് സത്യത്തിൽ യഥാർത്ഥ ഡെക്കർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ. ഓക്കെ, താങ്ക് യു.